ഹലോ ഹായ് ഓൾ അസ്സാമു അലൈക്കും. അപ്പോൾ ചെത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ മിനിക്കോയിലെത്തിയിരിക്കുകയാണ്. 30-ാം തീയതി മെയ് മാസമാണ് നമ്മൾ മിനിക്കോയിൽ വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്കൂള് ജൂൺ 6-ാം തീയതിയാണ് തുറക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഒരു ദിവസം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗ് കാണാമല്ലോ, ബാ. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ടേഴ്സിൽ തന്നെ പപ്പായ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ സൈബ എണീറ്റപ്പോൾ തന്നെ അവളെ ചായ ഒന്നും കുടിക്കാതെ പപ്പായ തിന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വെറും വയറ്റിൽ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മോളോട് അത് പറഞ്ഞിട്ട് അവൾ മനസ്സിലാക്കുന്നില്ല. അവൾക്ക് വാശി പിടിച്ചിട്ടൊക്കെ മേടിച്ച് കഴിക്കുന്നതാണ്. അധികമൊന്നും കഴിക്കില്ല, എന്നാലും. പിന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുറാച്ചി എന്നാണ് കേട്ടോ ഇതിനെ വിളിക്കുന്നത്. ഈ മുകളിലിട്ടിരിക്കുന്ന മീൻ കുളുവലെന്ന് പറയും. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള കറികളും അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഇവിടെ ഫുറാച്ചി എന്നാണ് പറയുന്നതെങ്കിലും സിൽവർ ഫിഷ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇംഗ്ലീഷ് പേര്. പിന്നെ ഗ്രീൻ പീസിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മീനുണ്ടായിരുന്നു, പിന്നെ തോരൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉച്ചയൂണായിരുന്നു, ഒരു സാധാരണ ഫുഡ്. അങ്ങനെ വളരെ കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കുന്ന കറികളാണ് ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. കാരണം തിരക്കാണല്ലോ, നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ല, എന്തായാലും ജൂൺ 6-ാം തീയതി നമുക്ക് സ്കൂൾ തുറക്കും. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഞാൻ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നെ കാണാത്തത്. അങ്ങനെ നമ്മളൊന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളൊരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് വരുമ്പോൾ. അത് കുറച്ച് ദിവസമായത് പഴുക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണത് പഴുത്തത്. അങ്ങനെ ചക്കയൊക്കെ മുറിച്ചു. നമുക്ക് ഇവിടെ പ്ലാവൊന്നുമില്ല, അപ്പോൾ ചക്കപ്പഴം കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അധികം എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുവരണം. പക്ഷേ ചക്കപ്പഴത്തിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് നമുക്കൊക്കെ. എനിക്കെപ്പോഴും ചക്കപ്പഴം കാണുമ്പോൾ എൻ്റെ ഉമ്മാനെ ഓർമ്മ വരും. ഉമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. എവിടെ ചക്കപ്പഴം കടയിൽ കൊണ്ടുവന്നാലും അത് എത്ര രൂപ കൊടുത്താലും നമ്മളെപ്പോഴും മേടിക്കാറുണ്ട്, ഉമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുള്ള DCLൻ്റെ ഒരു MV തിലാക്കം എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ശേഖരിക്കുന്ന ഒരു സംഭരണിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് ശേഖരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 2 മാത്രമാണ് ഇതിൻ്റെ സ്റ്റോറേജ് ഉള്ളത്. ഒന്ന് കവരത്തിയിലും ഒന്ന് മിനിക്കോയിലുമാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അവിടെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും കപ്പൽ എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഗതിയാണ്. എപ്പോൾ കപ്പൽ വന്നാലും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കപ്പൽ കാണാനൊക്കെ പോവും. എപ്പോഴും എനിക്ക് കപ്പൽ കണ്ടാലും പൂതി തീരാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കപ്പൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോയത്. അദ്ദേഹം ഇവിടുത്തെ ഈ IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ജീവനക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ജോലിയിൽ തിരക്കിലായിരുന്നു. ഞാൻ പിന്നെ കടപ്പുറത്ത് പോയിട്ട് ഇതൊക്കെ നോക്കി. പാലത്തിൻ്റെ മുകളിലോട്ട് നമ്മളാരും കയറ്റില്ല കേട്ടോ ഈ ഒരു ഷിപ്പ് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത്, അതായത് മണ്ണുള്ള സ്ഥലത്ത് പാലത്തിൽ കയറാതെ അവിടെ നിന്നിട്ട് ഇത് കാണാൻ പറ്റുകയുള്ളൂ. സാധാരണ കപ്പലൊക്കെ, നമ്മളെ യാത്ര ചെയ്യുന്ന കപ്പലൊക്കെ വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെ കയറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പെട്രോളൊക്കെ കൊണ്ടുവരുന്ന ഷിപ്പ് വരുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കാരണം ജൂൺ 6-ാം തീയതി നമ്മളിവിടെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പ്രവേശനോത്സവം ഉണ്ട് തുറക്കുന്ന ദിവസം തന്നെ. അപ്പോൾ സ്കൂളിൽ കുറച്ച് ഡെക്കറേഷനും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ടീച്ചേഴ്സും ഇതുവരെ എത്തിയിട്ടില്ല, കാരണം ഷിപ്പും കാര്യമൊന്നും എത്തിയിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ അവരൊക്കെ ഇനി വരുന്ന ഷിപ്പുകളിലായിരിക്കും എത്തുക. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ SMC മെമ്പേഴ്സും പിന്നെ ഇവിടെ ഉള്ള 2-3 ടീച്ചേഴ്സും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഞാൻ ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ സ്കൂളിലെത്തി. അങ്ങനെ ഞാൻ എത്തിയപ്പോൾ തന്നെ അവിടെ SMC മെമ്പേഴ്സും പിന്നെ അനീസ ടീച്ചർ, ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീച്ചറാണ്, അവരൊക്കെ അവിടെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ.
അപ്പോൾ എന്നോട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെട്ടാനാണ് പറഞ്ഞത്. നമ്മൾ റെഡിമെയ്ഡ് ഫ്ലവേഴ്സൊന്നും മേടിച്ചിട്ടില്ല. ഒക്കെ നമ്മൾ തന്നെ കരവിരുതിൽ നമുക്കറിയാവുന്ന പോലെ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സിൻ്റെ അഭാവമുണ്ട് എങ്കിലും ഞങ്ങൾ അത് വളരെ ഭംഗിയിൽ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഷിപ്പ് വരാതെ വേറെ നാട്ടിലേക്ക് പോയ ടീച്ചേഴ്സിനൊന്നും വരാനുള്ള സൗകര്യം ഞങ്ങളുടെ ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ജൂൺ 6 തന്നെ ഒരു ഷിപ്പുണ്ട്. അതിൽ നമ്മളെ മിക്കവാറുമുള്ള ടീച്ചേഴ്സൊക്കെ എത്തും. രാവിലെ തന്നെ അവരെത്തും. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എന്തായാലും അവരൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയും പോലെ അവരവർക്കറിയാവുന്ന കരവിരുതുകൾ, കലാപരമായ കഴിവുകളൊക്കെ ഞങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ SMC മെമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർ എന്തൊരു പരിപാടി സ്കൂളിലുണ്ടെങ്കിലും അതിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് ഈ ഒരു SMCയുടെ ഒരു കഴിവാണ്. കാരണം അവർ അത്രയ്ക്ക് ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നും കൊടുക്കണ്ട, അവരായിട്ട് തന്നെ വന്നിട്ടാണ് ഈ പണികളൊക്കെയും നമുക്ക് ചെയ്തു തരുന്നത്. അത്രയ്ക്കും നല്ല ഒരു SMC ആണ് ഇവിടുത്തെ ഞങ്ങളുടെ സ്കൂളിലുള്ളത്. ഒരിക്കലും അവരെ മറന്നുകൊണ്ട് നമുക്ക് സ്കൂളിലെ ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോടി ബീച്ചിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബീച്ചൊക്കെ ഇങ്ങനെയാണ്. കാരണം അധികം തിരക്കൊന്നുമില്ല. കാരണം സ്കൂളൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ പലരും ഇവിടെ നാട്ടിലില്ല. വൻകരയിലും അതേപോലെ മറ്റ് ദ്വീപുകളിലും ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റുണ്ടെന്ന്. തെങ്ങൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഭയങ്കര കാറ്റാണ്. അപ്പോൾ സൈബയ്ക്ക് എന്തായാലും മണ്ണിൽ കളിക്കണം. മേലാവായിൽ വന്നാൽ നമ്മൾ മേലാവാന്നാട്ടാ ബീച്ചിനെ പറയുന്നത്. അല്ലെങ്കിലും ഇവിടെ വന്ന് ഈ മണ്ണിൽ നിന്ന് കളിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാതിരിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ കുറച്ച് നാൾ മുന്നേ മഴ പെയ്തത് കാരണം കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. അങ്ങനെ അവൾ കുറേ സമയം അവിടെ കളിച്ചു. ഞങ്ങൾ പിന്നെ അവിടെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വെറുതെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവളെ കളിയൊക്കെ നോക്കി അങ്ങനെ നിന്നു. പിന്നെ കടൽ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ കടലിൽ ബോട്ടൊന്നും നിങ്ങൾക്ക് കാണൂല ഇപ്പോൾ നമുക്ക് നോക്കിയാൽ. കാരണം ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ മാത്രമാണ് ബോട്ട് ഈ കടലിലേക്ക് ഇറക്കുകയുള്ളൂ. അതുവരെ ബോട്ടിനൊക്കെ വിശ്രമമാണ് ഈ ഒരു കാലത്ത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ വീണ്ടും അവിടെ കുറച്ച് സമയം ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ നാടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ഒന്ന് ഓടി. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ സ്കൂട്ടർ എടുത്ത് പിന്നെ പോയി അവിടെ വന്നിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ ഒരു മരത്തിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കെട്ടിയതല്ല കേട്ടോ, വേറെ ആരോ കെട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് ആടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പിന്നെ സൈബ അവിടെ ഊഞ്ഞാലാടാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇപ്പോൾ മണ്ണിലിരുന്നു. ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ബീച്ചിനേക്കാളും ഇവിടെ അത്ര കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നാടിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഒരു ബീച്ചിലായിരുന്നു. ഇത് നാടിൻ്റെ ഏറ്റവും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ കുറേ സമയം നമ്മൾ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ബീച്ചാണ്. അപ്പോൾ ഇവിടെയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നപ്പോഴേക്ക് കുറവായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ സമയം ഇരുന്നപ്പോഴേക്ക് തന്നെ സൂര്യൻ അസ്തമിക്കാറായി. ഇനി എന്തായാലും ബാങ്ക് ഇപ്പോൾ കൊടുക്കും. അപ്പോൾ പിന്നെ ഇനി നമുക്ക് നമ്മുടെ വീടിടാനുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ കോട്ടേഴ്സിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ സൈബയെ വിളിച്ചപ്പോൾ അവൾക്ക് വരാൻ ഭയങ്കര മടി. കാരണം ഊഞ്ഞാൽ കിട്ടിയാൽ പിന്നെ അവൾക്ക് വരാനൊക്കെ ഒരു മൂഡുണ്ടാവില്ല. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് നമ്മളെ കോട്ടേഴ്സിൽ പോയി. പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മളെ കോട്ടേഴ്സിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.